8-ാം ദിവസം. ബാറൂച്ചിൽ നിന്നും തക്ഷശിലയിലേക്ക്. വധൂവരന്മാരെ ആശീർവദിച്ചതിന് ശേഷം തോമാസ് ലീഹ ബാറൂച്ചിൽ നിന്ന് ആരുമറിയാതെ യാത്രയായി. സ്ലീഹായെ അന്വേഷിച്ചവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. സ്ലീഹായെ കണ്ടെത്തുവാൻ രാജാവ് പടയാളികളെ അയച്ചു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം വളരെ ദൂരെ എത്തിയിരുന്നു. പിന്നീട് രാജാവിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും പ്രാർത്ഥനയിൽ ഒന്നിച്ചിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം തോമാസ് ലീഹ ദൂരദേശത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതായി രാജാവിന് വിവരം ലഭിച്ചു. അതനുസരിച്ച് ധാരാളം പേർ അവിടെ ചെന്ന് തോമാസ് ലീഹായോട് ചേർന്നു. വിചിന്തനം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഇന്തോ പാർത്തിയൻ രാജവംശത്തിലെ രാജാവായിരുന്ന ഗൊണ്ടഫറസിന്റെ രാജവൈദേഹികനായ ഹാബാനായിരുന്നു തോമാസ് ലീഹായെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തോമായുടെ ലക്ഷ്യസ്ഥാനവും ഗൊണ്ടഫറസിന്റെ തലസ്ഥാനമായ തക്ഷശില തന്നെയായിരുന്നു. യൂറോപ്പിലെ രാജാക്കന്മാർക്കുള്ളതുപോലെ മനോഹരമായൊരു കൊട്ടാരം പണിയിക്കണമെന്ന് ഗൊണ്ടഫറസ് രാജാവിന് ആഗ്രഹമുണ്ടായി. അതനുസരിച്ചാണ് പടിഞ്ഞാറ് നിന്നും സമർത്ഥനായൊരു തച്ചനെ വരുത്തുവാൻ അയാൾ തീരുമാനിച്ചതും ഹാബാനെ അതിനായി അയച്ചതും. ഹാബാൻ ജെറൂസലേമിൽ ചെന്ന് തോമസ് അപ്പോസ്തലനെ കൂട്ടിക്കൊണ്ടുവന്നു. ഗൊണ്ടഫറസ് രാജാവിൻ്റെ തലസ്ഥാനമായ തക്ഷശിലയായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആദ്യം കപ്പലിറങ്ങിയ ബാറൂച്ചിൽ സ്ഥിരമായി തങ്ങുക അവർക്ക് അസാധ്യവുമായിരുന്നു. അതേസമയം ദൈവം നൽകിയ അവസരം സ്ലീഹ ശരിയായി വിനിയോഗിക്കുകയും ചെയ്തു. സുവിശേഷം പ്രഘോഷിക്കുവാൻ ലഭിക്കുന്ന ഏതൊരവസരവും ക്രൈസ്തവൻ പാഴാക്കി കളയരുത്. ഇന്ത്യയിലെ ആദ്യ സ്ഥലത്തു തന്നെ അതിനുള്ള അവസരം കൈവന്നപ്പോൾ തോമാസ് ലീഹ അത് കൈവിട്ടില്ല. നവദമ്പതികളെയും രാജാവിനെയും മാനസാന്തരപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. സുവിശേഷ സന്ദേശം അവർക്ക് നൽകി അവരെ പഠിപ്പിച്ചതിന് ശേഷം തോമാസ് ലീഹ ആ സ്ഥലം വിട്ടുപോവുകയും ചെയ്തു. കാരണം ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് വേണ്ടുവോളമുണ്ടായിരുന്നു. ഒരു ക്രൈസ്തവൻ എന്നും ഇപ്രകാരമായിരിക്കണം. വചനം പ്രഘോഷിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒരു കാരണവശാലും അവൻ നഷ്ടപ്പെടുത്തിക്കൂടാ. അതേസമയം തന്നെ ഒരു സ്ഥലത്ത് അനുകൂല സാഹചര്യങ്ങളും സുഭിക്ഷതയും ഉണ്ടെന്ന് കരുതി അവിടെ സ്ഥിരമായി വാസമുറപ്പിക്കാനും പാടില്ല. അവനെന്നും കർമ്മനിരതനായി കൂടുതൽ സ്ഥലങ്ങളും കൂടുതൽ ജനങ്ങളെയും തേടി യാത്രയാകണം. ലക്ഷ്യം മറന്ന് വഴിമധ്യത്തിൽ തങ്ങിപ്പോകുന്ന വ്യക്തിയാകാൻ പാടില്ല ഒരു സുവിശേഷ പ്രഘോഷകൻ.